ഇബ്രാഹിം മക്കാം. മക്കയിലെ മസ്ജിദുൽ ഹറാമിന്റെ മുറ്റത്ത് കഅബയുടെ കവാടത്തിന് സമീപത്തായി സ്വർണവും ഗ്ലാസും കൊണ്ട് സംരക്ഷിച്ചിരിക്കുന്ന ഒരു വിശുദ്ധ കല്ലാണ് ഇബ്രാഹിം മക്കാം. പ്രവാചകർ ഇബ്രാഹിം നബി അലൈഹിസ്സലാം നിന്ന സ്ഥലം എന്നാണ് ഈ അറബി വാക്കിന്റെ അർത്ഥം. ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ദൃഷ്ടാന്തങ്ങളിൽ ഒന്നാണിത്. ഈ കല്ലിന്റെ ഉത്ഭവത്തെക്കുറിച്ച് പ്രധാനമായും രണ്ട് അഭിപ്രായങ്ങൾ കാണാം. ഒന്ന്, ഹജറുൽ അസ്വദിനെ പോലെ സ്വർഗത്തിൽ നിന്നും വന്ന 3 കല്ലുകളിൽ ഒന്നാണിത് എന്നും, അതല്ല കഅബയുടെ നിർമ്മാണ സമയത്ത് മകൻ ഇസ്മായിൽ നബി അലൈഹിസ്സലാം അടുത്തുള്ള സ്ഥലത്ത് നിന്നും കൊണ്ടുവന്ന കല്ലാണ് ഇത് എന്നും പറയപ്പെടുന്നു. ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ചേർന്ന് കഅബയുടെ ചുമരുകൾ പണിയുന്ന സമയത്ത് മതിലിന് ഉയരം കൂടിയപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഈ കല്ലിൽ ചവിട്ടി നിന്നാണ് പണി തുടർന്നത്. ഈ കല്ല് ഒരു ലിഫ്റ്റ് പോലെ പ്രവർത്തിക്കുകയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ വേണ്ട സ്ഥലത്തേക്ക് എത്തിക്കുകയുമായിരുന്നു. അള്ളാഹുവിന്റെ അത്ഭുതത്താൽ കല്ല് മൃദുവായി മാറുകയും ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കാൽപ്പാടുകൾ അതിൽ വ്യക്തമായി പതിയുകയും ചെയ്തു. ഈ പാദമുദ്രകളാണ് മക്കാമിലെ ഏറ്റവും വലിയ ദൃഷ്ടാന്തം. പല കാലഘട്ടങ്ങളിലായി മക്കയിൽ കഅബയുടെ മുറ്റം മുങ്ങുന്നത്രയും വലിയ വെള്ളപ്പൊക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ജാഹിലിയ കാലഘട്ടത്തിൽ പോലും വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷിക്കാനായി ഈ കല്ല് അതിന്റെ യഥാർത്ഥ സ്ഥാനത്ത് നിന്നും മാറ്റിവെച്ചിരുന്നെന്ന് പറയപ്പെടുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ ഖലീഫ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ കാലത്തുണ്ടായ ഉമ്മു നഹ്ശൽ എന്ന വലിയ വെള്ളപ്പൊക്കത്തിൽ ഈ കല്ല് ഒഴുകി നീങ്ങുകയുണ്ടായി. പിന്നീട് ഉമർ റളിയല്ലാഹു അൻഹു കല്ല് വീണ്ടെടുത്ത് ത്വവാഫ് ചെയ്യുന്നവരുടെ സൗകര്യത്തിനായി കഅബയുടെ ഭിത്തിയിൽ നിന്ന് അല്പം അകലെയുള്ള ഇന്നത്തെ സ്ഥാനത്ത് മാറ്റി സ്ഥാപിക്കുകയായിരുന്നു. മാത്രമല്ല, വെള്ളപ്പൊക്കത്തിൽ നിന്ന് സംരക്ഷണം നൽകാൻ കല്ലിനെ ഉയർത്തി ഒരു തൂണിൽ വെക്കുകയും ചെയ്തു. ഇബ്രാഹിം മക്കാമിന്റെ പ്രാധാന്യം മനസ്സിലാക്കി തരുന്ന ആയത്ത് സൂറത്തുൽ ബഖറ 125 സൂക്തം വിശ്വാസികളോട് ഇപ്രകാരം കൽപ്പിക്കുന്നുണ്ട്: ഇബ്രാഹിമിന്റെ സ്ഥാനത്തെ നിങ്ങൾ നമസ്കാര സ്ഥലമായി സ്വീകരിക്കുക. അതുകൊണ്ട് ഹജ്ജ്, ഉംറ തീർത്ഥാടനത്തിന് എത്തുന്നവർ ത്വവാഫ് പൂർത്തിയായ ശേഷം ഇബ്രാഹിം മക്കാമിന് പിന്നിൽ നിന്ന് 2 റക്അത്ത് നിസ്കരിക്കുന്നത് ഒരു വളരെ പ്രധാനപ്പെട്ട കർമ്മമാണ്. ഇബ്രാഹിം നബിയുടെ സമർപ്പണത്തിന്റെയും അടിയുറച്ച വിശ്വാസത്തിന്റെയും ശാശ്വത പ്രതീകമായി ഇബ്രാഹിം മക്കാം ഇന്നും നിലകൊള്ളുന്നു. പരിശുദ്ധ കഅബയുടെ പരിസരത്തുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങൾ, അതിന്റെ ചരിത്ര പ്രാധാന്യം ഉൾപ്പെടെയുള്ള കൂടുതൽ വീഡിയോകൾ ഇനിയും പ്രതീക്ഷിക്കാവുന്നതാണ്.